الحمد لله رب العالمين وسبحان الله العظيم ولا حول ولا قوة إلا بالله العلي العظيم. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن نبينا محمدا صلى الله عليه وعلى آله وأصحابه وسلم بلغ الرسالة وأدى الأمانة ونصح الأمة. اللهم صل وسلم على عبدك ورسولك ونبينا وسيدنا وحبيبنا ومولانا محمد وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. إن أريد إلا الإصلاح وما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. قال الله تعالى في القرآن الكريم: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن أراد الآخرة وسعى لها سعيها وهو مؤمن فأولئك كان سعيهم مشكورا. صدق الله العلي العظيم. ആദരണീയരായ സഹോദരി സഹോദരന്മാരെ, വിശ്വാസികൾ, സർവശക്തനും പരമാകാരുണികനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിലുടനീളം അനുസരിക്കാൻ നമുക്ക് നൽകിയ നിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ ആത്മാർത്ഥമായി അല്ലാഹുവിൻ്റെ തൃപ്തി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് രഹസ്യവും പരസ്യവുമായ എല്ലാ സന്ദർഭങ്ങളിലും മുറുകെ പിടിക്കണമെന്ന്, അതനുസരിച്ച് അള്ളാഹുവിന്റെ തൃപ്തിയോടെ ജീവിക്കണമെന്നും അതിലേറെ സംതൃപ്തിയോടെ അള്ളാഹുവിലേക്ക് യാത്ര പോകാൻ, മരണപ്പെടാൻ പരിശ്രമിക്കണമെന്നും ഒന്നാമതായി എന്നെയും തുടർന്ന് നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിന്റെ അതിമഹത്തായ കാരുണ്യവും അവന്റെ അനുഗ്രഹങ്ങളും അതിന്റെ പാരമ്യത്തിൽ അനുഭവിക്കുന്ന ഈ പരിശുദ്ധ റമളാനിൽ റബ്ബിന്റെ പ്രത്യേകമായ അനുഗ്രഹങ്ങളും സംരക്ഷണവും നേടിയെടുക്കുന്ന വിശ്വാസികളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വളരെ പെട്ടെന്ന് പരിശുദ്ധ റമളാനിന്റെ അനുഗ്രഹീതമായ ദിനരാത്രങ്ങൾ നമ്മളിൽ നിന്ന് വിട പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. റമളാനിന്റെ ഏകദേശം പകുതിയോളം എത്തി നിൽക്കുന്ന ആദ്യത്തെ 10 പിന്നിട്ടതിന് ശേഷമുള്ള ഒരു സന്ദർഭത്തിലാണ് നമ്മളുള്ളത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ അവൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന, കൊതിക്കുന്ന സന്ദർഭമാണ് പരിശുദ്ധ റമളാൻ. അതവൻ ആഗ്രഹിക്കുകയും കൊതിക്കുകയും ചെയ്യുന്നത് ഈ ഒരു സന്ദർഭത്തിൽ അല്ലാഹു ഒരുക്കി വെച്ചിട്ടുള്ള സൗഭാഗ്യങ്ങളും അനുഗ്രഹങ്ങളും കാരുണ്യവും പ്രതീക്ഷിച്ചുകൊണ്ടാണ്. ആ ഒരു കാരുണ്യം നേടിയെടുക്കാൻ യഥാർത്ഥ നോമ്പുകാരായിക്കൊണ്ട് അള്ളാഹുവിന്റെ പ്രിയപ്പെട്ടവരായി മാറാൻ നമുക്ക് എത്രത്തോളം സാധിച്ചിട്ടുണ്ട് എന്ന് ഒരു ആത്മപരിശോധന, ഇഹ്തിസാബ് നടത്തേണ്ട ഒരു സന്ദർഭം കൂടിയാണ്. ഇനി നമ്മുടെ മുമ്പിലുള്ള ദിവസങ്ങൾ നമുക്ക് എത്രയാണ് ആയുസ് നിശ്ചയിച്ചത് എന്നറിയില്ല. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഈ ദിവസങ്ങൾ ഏറ്റവും ഫലപ്രദമായി പ്രയോജനപ്പെടുത്താൻ ഉതകുന്ന രീതിയിൽ ഒരു ആത്മപരിശോധന. നിങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ് അള്ളാഹുവിന്റെ വാചകമുണ്ട്: നിങ്ങൾക്ക് മുമേൽ ഒരു വിചാരണ വരുന്നതിന് മുമ്പ് നിങ്ങൾ സ്വയം ഒരു വിചാരണ നടത്തി ജീവിതത്തെ ക്രമപ്പെടുത്തി ശുദ്ധീകരിച്ച് മുന്നോട്ട് പോകണമെന്നത്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ഇദാ സുംത ഫൽയസും സമഉക വബസറുക വലിസാനുക അനിൽ കദിബി വൽ മഹാരിം. നീ നോമ്പ് നോൽക്കുകയാണെങ്കിൽ സമഉക വബസറുക വലിസാനുക അനിൽ കദിബി വൽ മഹാരിം, നീ നിന്റെ കേൾവിയും അതുപോലെ കാഴ്ചയും നാവുമൊക്കെ ആ നോമ്പിൽ നിന്നോടൊപ്പം ചേരണം. കളവ് പറയുന്നതിൽ നിന്ന്, അനാവശ്യ സംസാരങ്ങളിൽ നിന്ന്, കേൾവികളിൽ നിന്ന്, കാഴ്ചകളിൽ നിന്ന് അള്ളാഹു വിലക്കിയിട്ടുള്ള, അള്ളാഹു വെറുക്കുന്ന എല്ലാ തരത്തിലുമുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് നിന്റെ അവയവങ്ങളും നോമ്പിൽ പ്രവേശിക്കണം. നിന്റെ സഹോദരങ്ങളെ, നിന്റെ അയൽവാസിയെ, നിന്റെ സേവകരെ അവർക്ക് ദ്രോഹം വരുത്തുന്നത്, ഉപദ്രവമുണ്ടാക്കുന്നത് നീ ഉപേക്ഷിക്കണം. നോമ്പില്ലാത്ത ദിവസവും നോമ്പ് നോൽക്കുന്ന ദിവസവും നിന്റെ ജീവിതത്തിൽ ഒരു വ്യത്യാസവും ഇല്ലാതെ എല്ലാ കാലഘട്ടത്തിലും അനാവശ്യമായി നടത്തുന്ന സംസാരങ്ങൾ അതൊക്കെ ഒന്ന് ചുരുക്കിക്കൊണ്ട്, ബാക്കി സമയങ്ങളിൽ അനാവശ്യങ്ങൾ പറയാമെന്നല്ല, ബാക്കി സമയങ്ങളിൽ എന്ത് പണിയെന്ന് വേർപ്പെടാം എന്നതല്ല പറഞ്ഞതിന്റെ അർത്ഥം. നോമ്പിന്റെ സമയത്ത് മനുഷ്യരുണ്ടാവേണ്ട പ്രത്യേകമായ ഒരു ഗൗരവമുണ്ട്. ആ ഗൗരവത്തെക്കുറിച്ചും ആ ഒരു സക്കീനത്ത്, ശാന്തിയെക്കുറിച്ചുമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അത് നിന്റെ ജീവിതത്തിൽ ഉണ്ടാവണം. ഈ ദിവസങ്ങളിൽ നമ്മൾ ആലോചിക്കേണ്ടതാണ്. നമ്മുടെ കണ്ണിനെയും നമ്മുടെ കാതിനെയും നമ്മുടെ നാവിനെയും ഒക്കെ അത്തരം നിഷിദ്ധമായ കാര്യങ്ങളിൽ നിന്ന് എത്രത്തോളം നമുക്ക് മാറ്റി നിർത്താൻ കഴിഞ്ഞു. ഭക്ഷണവും വെള്ളവും ഉപേക്ഷിച്ചു, ശരിയാണ്. നമ്മൾ വിശപ്പ് സഹിച്ചും ദാഹം സഹിച്ചും ഇതെല്ലാം മാറ്റി നിർത്തി ഭക്ഷണവും വെള്ളവും ഒക്കെ നമ്മൾ മാറ്റി നിർത്തിയിട്ടുണ്ട്. പക്ഷെ അതിനേക്കാൾ ഗൗരവത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയ ഇത്തരം നിഷിദ്ധമായ കാര്യങ്ങളിൽ നിന്ന് നമ്മളെ അകറ്റി നിർത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. അതുപോലെ തന്നെ നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കുന്നതിൽ നിന്ന് നമ്മെ തടുക്കുന്ന ചില സംഗതികളുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇന്ന അഅമാല ബനി ആദമ തുഅറദു കുല്ല ഖമീസ് ലൈലത്തിൽ ജുമുഅ ഫലാ യുഖ്ബലു അമലു ഖാതിഇ റഹ്മി. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ കുടുംബബന്ധം മുറിച്ചവനാണെങ്കിൽ അവനിൽ നിന്ന് അമലുകൾ സ്വീകരിക്കപ്പെടുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസുണ്ട്. ഇന്ന റഹ്മത ലാ തൻസിലു അലാ ഖൗമിൻ ഫീഹിം ഖാതിഉ റഹ്മി. കുടുംബബന്ധം മുറിച്ചവനിലേക്ക് അള്ളാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങുകയില്ല എന്ന് നാം പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഈ റമദാനിന്റെ പശ്ചാത്തലത്തിലും കുടുംബത്തിലും അയൽവാസികളുമായിട്ടുള്ള ബന്ധത്തിലും സുഹൃത്ത് ബന്ധങ്ങളിലുമൊക്കെ അത്തരത്തിലുള്ള വിള്ളലുകളും പകയും വെറുപ്പും വിദ്വേഷവും വെച്ച് തന്നെയാണോ നമ്മൾ പോകുന്നത് എങ്കിൽ ഈ അമലുകളൊക്കെ പാഴായി പോകുന്ന, നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുന്നതിൽ നിന്ന് നമ്മെ തടുക്കുന്ന ഗൗരവമുള്ള ഒരു കാര്യമാണ് ഇത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. കുടുംബബന്ധം മുറിക്കുന്നതിനെ കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു സന്ദർഭത്തിൽ പറഞ്ഞത് ദുനിയാവിൽ തന്നെ അതിന്റെ പ്രതികൂലമായ ഫലങ്ങൾ കാണാൻ കഴിയുന്ന, ദുനിയാവിൽ തന്നെ ചെറിയ രീതിയിൽ അതിന്റെ ശിക്ഷകൾ അനുഭവിക്കാൻ കഴിയും. അൻ അബീ ബക്ർ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ മിൻ ദൻബിൻ അജ്ദറു അൻ യുഅജ്ജില അല്ലാഹു ലിസാഹിബിഹി അൽഉഖൂബത ഫിദ് ദുനിയ മഅ മാ യദ്ഖിറു ലഹു ഫിൽ ആഖിറ മിനൽ ബഗ്യി വ ഖതിഅത്തി റഹീം. പരലോകത്ത് ശിക്ഷ ഒരുക്കി വെക്കുന്നതോടൊപ്പം തന്നെ ദുനിയാവിൽ തന്നെ ധൃതിയിൽ അള്ളാഹു ശിക്ഷ നൽകുന്ന ചില തെറ്റുകളുണ്ട്. ആ തെറ്റുകൾ രണ്ടെണ്ണമാണ്. ഒന്ന് ബഗ്യ്, അതിക്രമമാണ്, അക്രമം പ്രവർത്തിക്കലാണ്. റഹിം, കുടുംബബന്ധം മുറിക്കലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി നമുക്ക് കാണാൻ കഴിയും. ഇത്തരത്തിലുള്ള നമ്മുടെ ജീവിതത്തിൽ വരാൻ സാധ്യതയുള്ള അപാകതകളെ ഈ റമദാനിന്റെ തുടക്കത്തിൽ തന്നെ പടിക്ക് പുറത്തു നിർത്താൻ, അതിനെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു കളയാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മുടെ ആത്മപരിശോധന ഈ സമയത്ത് നടത്തണം. ഏറ്റവും കൃത്യമായ മനോഹരമായ ബന്ധങ്ങളാണ് വിശ്വാസികളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതീക്ഷിക്കുന്നത്. ഇത് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങോട്ട് ആരെങ്കിലും മോശമായി പ്രവർത്തിച്ചാൽ പോലും, ഇങ്ങോട്ട് ചീത്ത പറഞ്ഞാൽ പോലും, ഇത് നിങ്ങൾ അതിനെ തടുക്കേണ്ടത് ബില്ലതി ഹിയ അഹ്സൻ, ഏറ്റവും നല്ലതിന്, ഏറ്റവും മനോഹരമായ രീതിയിലാണ് നിങ്ങൾ തെറ്റുകളെ തടുക്കേണ്ടത് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അത്തരത്തിൽ മറ്റുള്ളവർക്ക് മാതൃകയാക്കാൻ പറ്റുന്ന, ചൂണ്ടിക്കാണിച്ച് ആ മനുഷ്യൻ എന്ത് നല്ല മനുഷ്യനാണ്, അവന്റെ സ്വഭാവം കണ്ടില്ലേ, അവനോട് സംസാരിച്ചിരിക്കാൻ എന്ത് രസമാണ്, എന്തൊരാശ്വാസമാണ്, അവന്റെ അടുത്ത് പോയി പറഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഒരു ആശ്വാസം, പരിഹാരം കണ്ടിട്ടില്ലെങ്കിലും ഒരു ആശ്വാസവാക്കെങ്കിലും അവന്റെ അടുക്കൽ നിന്ന് കിട്ടും
ഇങ്ങനെ ഒരു മനുഷ്യനെ ചൂണ്ടിക്കൊണ്ട് ആ മനുഷ്യനോട് സംവദിക്കാനും സംസാരിക്കാനും സഹവസിക്കാനും ആളുകൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റമാണോ നമ്മൾ ജീവിതത്തിൽ കാത്തു സൂക്ഷിച്ചത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയായിരുന്നു. ആളുകൾ പ്രവാചകരിലേക്ക് ഒഴുകിയെത്തിയത് അതുകൊണ്ടായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നിട്ട് എന്ത് കാര്യം പറഞ്ഞാലും അതിന് ഒരു വിലയും അതിനൊരു ബഹുമാനവും ഒരു ആദരവും ലഭിക്കുമെന്ന് ആളുകൾക്ക് അറിയാമായിരുന്നു. അങ്ങനെ ആളുകൾക്ക് സമീപിക്കാൻ പറ്റുന്ന ഒരു ജീവിത സ്വഭാവ ശുദ്ധിയിലേക്ക് വിശ്വാസികൾ എന്ന നിലക്ക് പരിശുദ്ധ റമദാനിന്റെ പ്രത്യേകമായ പശ്ചാത്തലത്തിൽ ഉയർന്നു വരാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ അള്ളാഹുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ടവരായി സ്വന്തക്കാരായി മാറാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്നുകൂടി നമ്മൾ ആലോചിക്കണം. ഇന്നലില്ലാഹി തആല അഖലീന മിനൻ നാസ്, ജനങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട അള്ളാഹുവിന്റെ ആളുകളായിട്ടുള്ള ചില ആളുകളുണ്ട്. അഹ്ലുൽ ഖുർആൻ, അവർ ഖുർആനിന്റെ ആളുകളാണ്. അവർ അള്ളാഹുവിന്റെ ഏറെ പ്രിയപ്പെട്ട സ്വന്തക്കാരായിട്ടുള്ള ആളുകളാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. ആ അർത്ഥത്തിൽ പടച്ചവന്റെ സ്വന്തക്കാരായ ഖുർആനുമായി നിരന്തരം ബന്ധപ്പെടുന്ന, ഖുർആനുമായുള്ള ബന്ധം കഴിഞ്ഞ ഖുതുബകളിൽ നമ്മൾ ചർച്ച ചെയ്തതാണ്. ആ രീതിയിൽ പടച്ചവൻ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഖുർആനെ സമീപിക്കുന്ന, അതിനെ വായിക്കുന്ന, അത് പഠിക്കുന്ന, അതിനേക്കാൾ ഉപരി അത് ജീവിതത്തിൽ പകർത്തുന്ന ആളുകളായി മാറാൻ വിശ്വാസികൾ എന്ന നിലക്ക് നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്നതുകൂടി ഈ സന്ദർഭത്തിൽ നമ്മൾ പരിശോധിക്കുക. ഇല്ലെങ്കിൽ അത് തിരുത്തി മുന്നോട്ട് പോകാനുള്ള അവസരങ്ങളാണ്, അസുലഭമായ നിമിഷങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതിനേക്കാൾ ഉപരിയായി വിശ്വാസികൾ എന്ന നിലക്ക് റമദാൻ നമുക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശം എന്ന് പറയുന്നത് ബദറിന്റെ സന്ദേശമാണ്. നമുക്കറിയാം, പരിശുദ്ധ റമദാനിലാണ് ബദർ സംഭവിക്കുന്നത്. സത്യത്തിന് വേണ്ടി നിലകൊണ്ടതിന്റെ പേരിൽ, വിശ്വാസം മുറുകെ പിടിച്ചതിന്റെ പേരിൽ വലിയ രീതിയിലുള്ള പ്രയാസങ്ങളും ഉപരോധങ്ങളും അതുപോലെയുള്ള ആക്ഷേപങ്ങളും ഒക്കെ വിശ്വാസികൾ അനുഭവിക്കേണ്ടി വന്ന സന്ദർഭം കൂടിയാണ് പരിശുദ്ധ റമദാൻ എന്ന് പറയുന്നത്. ബദർ യുദ്ധമാവട്ടെ, മക്ക ഫത്ഹാവട്ടെ, സഖീം ഗോത്രം ഇസ്ലാമിലേക്ക് പ്രവേശിച്ചതാവട്ടെ, ഇതൊക്കെ റമദാനിലാണ് സംഭവിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ സത്യത്തിന് വേണ്ടി നിലകൊള്ളുമ്പോൾ ജീവിതത്തിൽ സംഭവിക്കാനിടയുള്ള പ്രയാസങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ബദറിന്റെ ചരിത്രം നമുക്ക് വിശദീകരിച്ചു തരുന്നത്. റമദാനും ഖുർആനും ബദറും ഇവ മൂന്നും പരസ്പരം ഏറെ ബന്ധപ്പെട്ടതാണ്. പരിശുദ്ധമായ റമദാൻ നോമ്പ് വിശ്വാസികൾക്ക് നിർബന്ധമാക്കപ്പെടുന്നത് ഹിജ്റ 2-ലാണ്. അതേ വർഷം തന്നെയാണ് ബദറും സംഭവിക്കുന്നത്. വിശുദ്ധ ഖുർആനെയും അതുപോലെ തന്നെ ബദറിന്റെ ദിനത്തെയും ഒരേ വാക്കുകൊണ്ട് വിശേഷിപ്പിച്ച് നമുക്ക് കാണാം. വിശുദ്ധ ഖുർആനെ അൽ ഫുർഖാൻ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ബദറിന്റെ ദിവസത്തെയും യൗമുൽ ഫുർഖാൻ എന്നാണ് വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഖുർആനും റമദാനും അതുപോലെ തന്നെ ഈ ബദറിന്റെ ദിനവും ആ ഒരു ചരിത്രവും ഒക്കെ പരസ്പരം ഏറെ ബന്ധപ്പെട്ട് നിൽക്കുന്നതാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. വിശ്വാസികളായതിന്റെ പേരിൽ ലോകത്ത് പല ഭാഗങ്ങളിലും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. ഗസയിലും ഫലസ്തീനിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചരിത്രമാണ്. നമ്മൾ നിരന്തരമായി അവരുടെ വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തും വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ, ഉത്തരേന്ത്യയിലുള്ള നമ്മുടെ വിശ്വാസി സമൂഹം ഇന്ന് ജുമയുടെ ദിവസം പോലും പള്ളികൾ ടാർപ്പായിട്ട് മൂടിക്കൊണ്ട് പള്ളികളിലേക്ക് പോകേണ്ടി വരുന്ന, സമാധാനത്തോടെ ആരെയും പേടിക്കാതെ പരിശുദ്ധമായ റമദാനിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ജുമാ ദിവസത്തിൽ പള്ളികളിലേക്ക് പ്രാർത്ഥനക്കായി ഇറങ്ങി പോകുമ്പോൾ പോലും പല രീതിയിലും ഭയപ്പാടോടുകൂടി വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരുന്ന സാഹചര്യം നമ്മുടെ ഈ രാജ്യത്തും സമീപ പ്രദേശങ്ങളിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. വിശ്വാസിയായതിന്റെ പേരിൽ അനുഭവിക്കേണ്ടി വരുന്ന പ്രയാസങ്ങളാണ്. ആ പ്രയാസങ്ങൾ ഒരു തരത്തിലും നമ്മെ അപകർഷതാബോധത്തിലേക്ക്, മാപ്പസാക്ഷിത്വത്തിലേക്ക് എത്തിക്കേണ്ടതല്ല. വിശ്വാസികളായതുകൊണ്ടാണല്ലോ പഠിച്ചോനെ ഈ പ്രയാസങ്ങൾ സഹിക്കേണ്ടി വന്നത്. മുസ്ലിം അല്ലെങ്കിൽ എനിക്ക് ഈ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലല്ലോ, മുസ്ലിം ആയതുകൊണ്ട്, വിശ്വാസി ആയതുകൊണ്ട് എന്തൊക്കെ പ്രയാസങ്ങളാണ് എനിക്ക് അനുഭവിക്കേണ്ടി വരുന്നത് എന്ന ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, ഒരു അപകർഷതാബോധം, ഇതല്ല ഒരു വിശ്വാസിക്ക് ഉണ്ടാവേണ്ടത്. അതിലൊക്കെ ഇസ്സത്തോടുകൂടി തലയുയർത്തി നിൽക്കാൻ ഇതിനേക്കാൾ വലിയ പരീക്ഷണങ്ങൾ, ഇതിനേക്കാൾ വലിയ പ്രയാസങ്ങൾ ചരിത്രത്തിൽ വിശ്വാസികൾ, സലഫ് സാലിഹ്യങ്ങൾ അനുഭവിച്ച് മുന്നോട്ട് പോയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ നമ്മോട് ചോദിക്കുന്നുണ്ടല്ലോ, അത്തരത്തിൽ നിങ്ങളുടെ മുമ്പ് കഴിഞ്ഞുപോയ ആളുകൾക്ക് അനുഭവിച്ചിട്ടില്ലാത്ത ഒരു പ്രയാസം അനുഭവിക്കാതെ അവർക്ക് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഈ ദീനിനെ മുറുകെ പിടിച്ചതിന്റെ പേരിൽ, ഇതിന്റെ സന്ദേശം, ഇതിന്റെ നല്ല മൂല്യങ്ങൾ ആളുകളുടെ മുമ്പിൽ അത് ഉറക്കെ പ്രഖ്യാപിച്ചതിന്റെ പേരിൽ അവർക്കൊക്കെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. എത്രത്തോളം എന്ന് വെച്ചാൽ
അള്ളാഹു അയച്ച ദൈവദൂതരും അള്ളാഹുവിന്റെ പ്രവാചകരും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന വിശ്വാസികളും ചോദിച്ചു പോയി. പ്രയാസങ്ങൾ സഹിക്കവയ്യാതെ അത്രമേൽ പീഡനങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും സഹിച്ച ഘട്ടത്തിൽ പടച്ചോനെ എപ്പോഴാണ് നിന്റെ സഹായം നിങ്ങൾ ഇറങ്ങുക, പടച്ചോനെ എപ്പോഴാണ് നീ എന്നെ ഒന്ന് സഹായിക്കുക, ഞങ്ങൾക്ക് സഹായം നൽകുക എന്ന് പ്രവാചകന്മാർ പോലും ചോദിച്ചു പോകുന്ന രീതിയിൽ വലിയ പ്രയാസങ്ങളിലൂടെ സമ്മർദ്ദങ്ങളിലൂടെ വിശ്വാസി സമൂഹം കടന്നുപോയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, ഇന്ന നസ്റല്ലാഹി ഖരീബൻ, തീർച്ചയായും അല്ലാഹുവിന്റെ സഹായം അടുത്തു തന്നെയുണ്ട്. നിങ്ങൾ അത് ആലോചിച്ച് ബേജാറാവണ്ട. പടച്ചോൻ പരീക്ഷിക്കുകയാണ്. നമ്മൾ ഇത്തരം സാഹചര്യങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ നമ്മൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അനുഷ്ഠാനങ്ങളാവട്ടെ ആഘോഷങ്ങളാവട്ടെ ഇതെല്ലാം മറ്റുള്ളവരുടെ പ്രയാസവും വേദനയും ഉൾക്കൊള്ളുന്നതാണ്. ഇസ്ലാമിലെ ആഘോഷങ്ങൾ എടുത്തു നോക്കിയാൽ 2 ആഘോഷങ്ങളാണ് ഇസ്ലാമിൽ നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുള്ളത്, ഈദുൽ ഫിത്റും ഈദുൽ അദ്ഹയും. ഈദുൽ ഫിത്റിന്റെ സന്ദർഭത്തിൽ നമ്മൾ പെരുന്നാളിന് ഈദ്ഗാഹിന്റെ ഗ്രൗണ്ടിലേക്ക് അല്ലെങ്കിൽ പള്ളിയിലേക്ക് പോകുന്ന സമയത്ത് പിന്നെ സകാത്തുൽ ഫിത്ർ കൊടുത്തുകൊണ്ട് തന്റെ ചുറ്റുമുള്ള നാട്ടിൽ തന്റെ ചുറ്റുമുള്ള പ്രദേശത്ത് ഒരു മനുഷ്യൻ പോലും പട്ടിണി കിടക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമാണ് ഇബാദത്ത് നിർവഹിക്കാൻ പ്രാർത്ഥനക്കായി നമ്മൾ പള്ളികളിലേക്ക് ഈദ്ഗാഹിലേക്ക് പോകുന്നത്. ഇത് ഇസ്ലാമിന്റെ ആരാധനകളുടെ ആഘോഷങ്ങളുടെ മാനുഷികമായ മുഖമാണ്. ഈദുൽ അദ്ഹയിൽ ബലിപെരുന്നാൾ ദിനത്തിൽ മാംസമറുത്ത് ബലിയറുത്ത് അത് നാട്ടിലുള്ള വീട്ടുകളിലെ പ്രദേശങ്ങളിലേക്കൊക്കെ ആ ദിവസം പെരുന്നാൾ ദിവസം നമ്മൾ എത്തിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുന്നുണ്ട്. ഇസ്ലാമിന്റെ ആഘോഷങ്ങൾ, ഇസ്ലാമിലെ അനുഷ്ഠാനങ്ങൾ മറ്റുള്ളവരുടെ വേദനകളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ടാണ്, മറ്റുള്ളവരുടെ പ്രയാസങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടാണ്, മറ്റൊരാൾക്കും നമ്മളിൽ നിന്ന് ഒരു പ്രയാസവും ബുദ്ധിമുട്ടും ഉണ്ടാവരുത് എന്ന അടിസ്ഥാന തത്വത്തിൽ നിന്നുകൊണ്ടാണ് ഇസ്ലാമിലെ അനുഷ്ഠാനങ്ങളും ആരാധനകളും ആഘോഷങ്ങൾ പോലും ഉത്സവങ്ങൾ പോലും നമുക്ക് നിർണയിച്ചു നൽകപ്പെട്ടത് എന്നത്. പക്ഷേ ഇന്ന് നമ്മുടെ രാജ്യങ്ങളിൽ നമ്മുടെ ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ നമ്മൾ കാണുന്ന പല ആഘോഷങ്ങളിലും ഒരു വിഭാഗം വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് വേദനയോടെ പേടിയോടുകൂടി നിൽക്കേണ്ടി വരുന്ന സാഹചര്യം. പക്ഷേ ഇതിന് തിരിച്ച് നമ്മൾ ആ രീതിയിൽ പ്രയാസപ്പെടുത്തുക എന്നതല്ല ഇസ്ലാമിന്റെ മനോഹരമായ സന്ദേശം. ഇസ്ലാമിന്റെ ഈ ആശയങ്ങൾ അത് അനുഭവിക്കാൻ കഴിയുന്ന രീതിയിൽ ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. വെറും വർത്തമാനങ്ങൾ കൊണ്ടോ ഫേസ്ബുക്ക് പോസ്റ്റുകൾ കൊണ്ടോ പ്രസംഗങ്ങൾ കൊണ്ടോ ഖുത്ബകൾ കൊണ്ടോ വലിയ പ്രഭാഷണങ്ങൾ കൊണ്ടോ മാത്രമല്ല ജീവിതത്തിൽ ഇസ്ലാമിന്റെ മാധുര്യം അനുഭവിക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് ഇസ്ലാമിനെ സമൂഹത്തിലേക്ക് കൊടുക്കാൻ കഴിയണം. നമ്മുടെ പെരുമാറ്റങ്ങൾ അങ്ങനെ ആവണം, നമ്മുടെ സംസാരങ്ങൾ അങ്ങനെയാവണം, ആളുകളോടുള്ള ഇടപെടലുകൾ അങ്ങനെയാവണം. അവിടെ ആരെയും മാറ്റി നിർത്താതെ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് എല്ലാവരുടെയും പ്രയാസങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ആ പ്രയാസങ്ങളോടൊപ്പം പങ്കുചേർന്നുകൊണ്ട് സന്തോഷത്തിലും സങ്കടത്തിലും എല്ലാവരെയും തന്റെ സഹോദരങ്ങളായി മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ് ഈ ലോകത്തുള്ള മുഴുവൻ സൃഷ്ടികളും അല്ലാഹുവിൽ നിന്ന് വന്നതാണ്. ഒരേ ഇലാഹിൽ നിന്ന്, ഒരേ സൃഷ്ടാവിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള സൃഷ്ടികളാണ് ഈ ലോകത്തുള്ളതെല്ലാം. ആ അർത്ഥത്തിൽ മനുഷ്യരെ മനസ്സിലാക്കുവാൻ, ആളുകളെ മനസ്സിലാക്കുവാൻ, അവരോട് സംവദിക്കുവാൻ ഈ സാഹചര്യങ്ങളിൽ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. വെറുപ്പിന്റെയും അകൽച്ചയുടെയും വേർതിരിവിന്റെയും അത്തരത്തിലുള്ള പല പ്രചരണങ്ങളും സമൂഹത്തിൽ നടക്കുമ്പോൾ ഒരുമിച്ച് നിൽക്കുന്നതിന്റെ പ്രാധാന്യവും ഒറ്റക്കെട്ടായി നിൽക്കുന്നതിന്റെ ഗൗരവവും സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയാണ് വിശ്വാസികൾ എന്ന നിലക്ക് നമുക്ക് ചെയ്യാനുള്ളത്. വിശുദ്ധ ഖുർആൻ വിശ്വാസികളെ മുഴുവൻ വിളിച്ചുകൊണ്ട് വളരെ വളരെ ഗൗരവത്തിൽ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ അല്ലാഹുവിന്റെ ഈ ദീനിനെ മുറുകെ പിടിക്കണം. നിങ്ങൾ ഭിന്നിച്ചു പോകരുത്, തമ്മിലടിച്ചു പോകരുത്, പരസ്പരം അങ്ങോട്ട് ചളിവാരി എറിയുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ മാറരുത്. അങ്ങനെ മാറിയത് കൊണ്ടാണ് ബനൂ ഇസ്രായേൽ സമൂഹത്തെ നാം നശിപ്പിച്ചു കളഞ്ഞത് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഒരു കാലത്ത് ഇസ്ലാമിന്റെ സന്ദേശം ലഭിച്ച അള്ളാഹുവിൽ നിന്ന് ഒരുപാട് പ്രവാചകന്മാർ അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥങ്ങൾ ധാരാളമായി ലഭിച്ച മറ്റുള്ളവരിൽ നിന്ന് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെക്കാളും അള്ളാഹു ശ്രേഷ്ഠരാക്കിയ ബനൂ ഇസ്രായേൽ വിഭാഗം അവർ പിന്നീട് നശിച്ചു പോയത്, അള്ളാഹു നശിപ്പിച്ചു കളഞ്ഞത് അവർക്കിടയിലുള്ള തർക്കങ്ങളും ശത്രുതയും വെറുപ്പും കൊണ്ടാണെന്ന് വിശുദ്ധ ഖുർആൻ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. വിശ്വാസികൾ എന്ന നിലക്ക് നമുക്കത് സംഭവിക്കാൻ പാടില്ല. ഒരുമിച്ചൊരു മനസ്സായി അള്ളാഹുവിനോട് ചേർന്ന് നിന്നുകൊണ്ട് മുന്നോട്ട് പോവാൻ ഈ റമളാനിന്റെ സാഹചര്യത്തിലും നമുക്ക് പ്രത്യേകമായി സാധിക്കേണ്ടതുണ്ട്. പ്രാർത്ഥനകൾ ഉണ്ടാവണം. ലോകത്ത് അനുഭവപ്പെടുന്ന പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, നമ്മൾ വ്യക്തിപരമായി ഒരുപാട് പ്രയാസങ്ങളിലൂടെയാണ് പോകുന്നത്. ജീവിതത്തിൽ ഓരോരുത്തരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകളുണ്ട്. കുടുംബത്തിൽ പ്രശ്നങ്ങളുള്ള ആളുകളുണ്ട്. വലിയ സമ്മർദ്ദങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ കാരണം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പ്രശ്നം, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള പ്രശ്നം, സഹോദരങ്ങൾ തമ്മിലുള്ള പ്രശ്നം, അയൽവാസികളുമായിട്ടുള്ള പ്രശ്നം, ഇതിന്റെ പേരിലൊക്കെ ഉറക്കം നഷ്ടപ്പെട്ടിട്ടുള്ള
അസ്വസ്ഥത അനുഭവിക്കുന്ന ആളുകളുണ്ട്. അത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. സാമ്പത്തികമായി പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. കടബാധ്യതകൾ കൊണ്ട് കടക്കണിയിൽ കുടുങ്ങി എങ്ങനെ പുറത്തു കിടക്കുമെന്നറിയാതെ പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. രോഗികളായിട്ട് പ്രയാസപ്പെടുന്ന, അത്തരത്തിൽ വലിയ രീതിയിൽ ഹോസ്പിറ്റലുകളിൽ അവരുടെ ചികിത്സയ്ക്ക് വേണ്ട പണം കണ്ടെത്താൻ കഴിയാതെ ശാരീരികവും മാനസികവുമായി രോഗിയായി കിടക്കുമ്പോൾ പോലും തന്റെ പ്രിയപ്പെട്ടവർ അടുത്തില്ലാത്തതിന്റെ വേദന കടിച്ചമർത്തി കഴിയുന്ന ഒരുപാട് രോഗികളെ നമുക്ക് ചുറ്റും നോക്കിയാൽ കാണാം. അവർക്ക് വേണ്ടത് ശാരീരികമായ ചികിത്സയല്ല, അവർക്ക് വേണ്ടത് മരുന്നല്ല, അവർക്ക് വേണ്ടത് പണമല്ല, അവർക്ക് വേണ്ടത് ഒരു തരി സ്നേഹമാണ്. അതുപോലും കൊടുക്കാൻ ആളില്ലാത്ത തരത്തിൽ വൃദ്ധസദനങ്ങളിലും അഗതി മന്ദിരങ്ങളിലും കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളെ നമ്മൾ കാണുന്നുണ്ട്. അവർക്ക് വേണ്ടി റമദാനിൽ നമ്മൾ പ്രാർത്ഥിക്കണം. ലോകത്ത് വലിയ രീതിയിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗസയിലും പലസ്തീനിലും ഇന്ത്യ രാജ്യത്തും മറ്റു പല സ്ഥലങ്ങളിലും വിശ്വാസികൾ എന്ന അർത്ഥത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. അവരെയും നമ്മുടെ പ്രാർത്ഥനകളിൽ ഓർക്കാൻ നമുക്ക് ഈ സന്ദർഭത്തിൽ സാധിക്കണം. പ്രാർത്ഥനയാണ് നമ്മുടെ ആയുധം. അത്തരത്തിൽ പടച്ചവനോട് ചേർന്ന് നിൽക്കാൻ, പ്രയാസപ്പെടുന്ന ആളുകളെ കുറിച്ച് ഓർക്കാൻ, അവർക്ക് വേണ്ടി നിരന്തരമായി പ്രാർത്ഥിക്കാൻ ഈ റമദാനിൽ ഇനി അവശേഷിക്കുന്ന സമയങ്ങൾ നമ്മൾ പ്രയോജനപ്പെടുത്തുക. പ്രാർത്ഥനയ്ക്ക് ഏറ്റവും ഉത്തരം കിട്ടുന്ന സമയമാണ്. ഈ സന്ദർഭത്തെ ഏറ്റവും മനോഹരമായി പാഴാക്കി കളയാതെ, ആഴ്വേലകളിൽ ഏർപ്പെടാതെ, വെറുതെ സമയം നശിപ്പിച്ച് കളയുന്ന, സമയത്തെ കൊന്നുകളയുന്ന ഏർപ്പാടുകളിൽ നിന്ന് മാറി നിന്ന് നമുക്ക് പ്രയോജനപ്പെടുന്ന, ഈ ലോകത്തും നാളെ പരലോകത്തും പ്രയോജനപ്പെടുന്ന കാര്യങ്ങളിൽ ഏർപ്പെടാൻ ഈ ബാക്കിയുള്ള ദിവസങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ റബ്ബിനോട് ചേർന്ന് നിൽക്കുന്ന, ഇസ്തിഗ്ഫാർ നടത്തുന്ന, തൗബ ചെയ്യുന്ന, പടച്ചവന്റെ മാർഗത്തിൽ ഒരുപാട് അമലുകൾ ചെയ്യുന്ന, അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് തെറ്റുകളിൽ നിന്ന് വിട്ടു നിൽക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീൻ വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد عباد الله أوصيكم وإياي بتقوى الله. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാർ, അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ട് അവന്റെ മാർഗത്തെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകണമെന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ലോകത്ത് നമ്മുടെ ദൗത്യം എന്ന് പറയുന്നത് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക എന്നതാണ്. മനുഷ്യനെയും ജിന്നിനെയും എനിക്ക് ഇബാദത്ത് ചെയ്യാനല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. ആ ഇബാദത്തും അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്വാഭാവികമായി ഇസ്ലാമിന്റെ ശത്രുക്കളുടെ ഭാഗത്തുനിന്ന്, ചുറ്റുഭാഗങ്ങളിൽ നിന്ന് വലിയ രീതിയിലുള്ള അതൽ കസീറൻ എന്ന് ഖുർആൻ പ്രയോഗിച്ചിട്ടുണ്ട്. വലിയ ആക്ഷേപങ്ങൾ, ഭീഷണികൾ, അത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ കേൾക്കേണ്ടി വരും. പക്ഷെ അവിടെയൊക്കെയും നേരത്തെ സൂചിപ്പിച്ച ബദറിന്റെ ആ ഓർമ്മകളാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. വലഖദ് നസറകുമുല്ലാഹു ബിബദരിൻ വഅൻതും അദില്ല. ബദറിന്റെ സമയത്ത് വിശ്വാസി സമൂഹം മറ്റുള്ള സമൂഹത്തെ അപേക്ഷിച്ച് വളരെ നിസ്സഹായരാണെന്ന് തോന്നിപ്പോകുന്ന ഘട്ടം, വളരെ ദുർബലരായ നിസ്സഹായതയിൽ, ആയുധങ്ങളില്ല, അതുപോലെ തന്നെ കുതിരകളില്ല, ആൾബലം കൊണ്ട് 3-1 മാത്രം ഉണ്ടായിരുന്ന ഒരു സംഘം. ആ സംഘം ആ സമയത്ത് അവരുടെ ആത്മവിശ്വാസം എന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പടച്ചവൻ നടത്തുന്ന ഒരു പ്രാർത്ഥനയാണ്. ആ ധൈര്യത്തിന്റെ പുറത്താണ് അവർ രംഗത്തേക്ക് ഇറങ്ങുന്നത്. പടച്ചവനെ, നീ ഈ സമയത്ത് നിന്റെ സഹായം ഇറക്കിയിട്ടില്ലെങ്കിൽ നിന്റെ ദീനിനെ മുറുകെ പിടിക്കുന്ന, ഈ ദീനിനെ പ്രബോധനം ചെയ്യുന്ന ഒരു വിഭാഗം, ഒരു സമൂഹം ഈ ലോകത്തുണ്ടാവുകയില്ല. പടച്ചവനെ, നിന്റെ സഹായം ഞങ്ങൾക്ക് വർഷിപ്പിച്ചു തരണേ എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ രാവിലെ നടത്തുന്ന ഒരു പ്രാർത്ഥന. ആ പ്രാർത്ഥനയുടെ ധൈര്യത്തിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സംഘവും ആ ഒരു ബദറിലേക്ക് ഇറങ്ങി പുറപ്പെടുന്നത്. അല്ലാഹു പറയാൻ, വലഖദ് നസറകുമുല്ലാഹു ബിബദരിൻ വഅൻതും അദില്ല. നിങ്ങൾ ദുർബലരായിരുന്ന ആ സമയത്ത് ശത്രുക്കൾ ഉറപ്പിച്ചതാണ്, ഇസ്ലാമിന്റെ സൈന്യത്തിന്റെ ഒരു ശല്യവും ഇനിമേലിൽ ഉണ്ടാവുകയില്ല. മദീനയിലുണ്ടായിരുന്ന ജൂതന്മാരായിട്ടുള്ള ആളുകൾ അവര് ബദറിലേക്ക് മുസ്ലിം സമൂഹം പുറപ്പെട്ട സമയത്ത് ഈ ചെറിയൊരു സംഘം വലിയ ഒരു സായുധ സംഘത്തെ നേരിടാൻ പോയപ്പോൾ ജൂതന്മാർ ആശ്വസിച്ചു, അവര് സന്തോഷിച്ചു. ഇനി ഇവരുടെ ശല്യം നമുക്കുണ്ടാവില്ല, ഇവരിനി ഇങ്ങോട്ട് തിരിച്ചു വരാൻ പോകുന്നില്ല. പക്ഷെ സംഭവിച്ചത് മറിച്ചാണ്. വഅൻതും അദില്ല, നിങ്ങൾ ദുർബലരായ ആ സമയത്ത് വലഖദ് നസറകുമുല്ലാഹ്, നിങ്ങളെ സഹായിച്ചത് അല്ലാഹുവാണ്. അവർക്ക് സഹായം നൽകിയത് രാജാക്കന്മാരാണ്, പ്രമാണിമാരാണ്, ഭരണാധികാരികളാണെങ്കിൽ
നിങ്ങൾക്ക് സഹായം നൽകിയത് അല്ലാഹുവാണ്. വത്തഖുല്ലാഹ ലഅല്ലകും തഷ്കുറൂൻ. അതുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. പടച്ചവനെ സൂക്ഷിച്ച് ജീവിച്ചാൽ റബ്ബിന്റെ സഹായം നമുക്ക് ലഭിക്കും. അള്ളാഹുവിന്റെ മാർഗത്തിൽ അവന്റെ മാർഗങ്ങളിലുള്ള ത്യാഗങ്ങൾ സഹിച്ച് മുന്നോട്ട് പോകാൻ നമ്മളൊരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ, ദീനിന്റെ മാർഗത്തിൽ ഉറച്ചു നിന്നതിന്റെ പേരിൽ, അള്ളാഹുവിൽ വിശ്വസിച്ചതിന്റെ പേരിൽ എന്തൊക്കെ ആക്ഷേപങ്ങളും പ്രയാസങ്ങളും എനിക്ക് അനുഭവിക്കേണ്ടി വന്നാലും ഫസ്തജാബലകും, ആ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കും. അന്നീ മുമിദ്ദുകും ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ, മലക്കുകളെ ആയിരക്കണക്കിന് മലക്കുകളെ തുടരെ അയച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസി സമൂഹത്തെ സഹായിച്ചു എന്ന് വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അൻഫാലിൽ പറയുന്നുണ്ട്. അതേ റബ്ബ് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. മലക്കുകൾ അതേപോലെയുണ്ട്. പടച്ചവൻ ഇനിയും സഹായിക്കാൻ ഒരു പ്രയാസവുമില്ല. അതുകൊണ്ട് പടച്ചവനുള്ള ഉറച്ച വിശ്വാസമായി നമ്മൾ മുന്നോട്ട് പോവുക. പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, ദുരിതങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രതീക്ഷ കൈവിടാതെ പടച്ചവനോട് നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടരുത് എന്ന് ഖുർആൻ നമ്മോട് പറയുന്നുണ്ട്. ഒരു ഘട്ടത്തിലും നിരാശ നമുക്ക് വേണ്ടതില്ല. പടച്ചവനോട് പ്രാർത്ഥിക്കുക. മരണം മുമ്പിലെത്തുന്ന അവസ്ഥയിൽ പോലും നിരാശപ്പെടാതെ പടച്ചവനിൽ പ്രതീക്ഷയുമായി നിൽക്കുന്ന ആളുകളാണ് വിശ്വാസികൾ. അങ്ങനെ പുഞ്ചിരിയോടെ പടച്ചവനിലേക്ക് മരണമടഞ്ഞ് യാത്ര പോകുന്നവരാണ് വിശ്വാസികൾ. അത്തരത്തിൽ ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീഖ് നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള എല്ലാ സൽക്കർമ്മങ്ങളും ഒരുപാട് അമലുകൾ നമ്മൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. റമദാനിന്റെ പശ്ചാത്തലത്തിൽ കൂടുതലായി നമ്മൾ സൽക്കർമ്മങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതൊക്കെ നമ്മളിൽ നിന്ന് സ്വീകരിക്കുകയും ധാരാളമായി പ്രതിഫലം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. ഇനിയും ഒരുപാട് സൽക്കർമ്മങ്ങൾ ആയുസ്സിന്റെ ബാക്കിയുള്ള കാലം മുഴുവൻ ചെയ്യുവാനും അതിലൂടെ പടച്ചവന്റെ തൃപ്തി നേടിയെടുക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെയും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്ക് സംഭവിച്ചു പോകുന്ന, ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യ സഹജമായ തെറ്റുകൾ, പോരായ്മകൾ, അബദ്ധങ്ങൾ, റമദാനിൽ പോലും നമുക്ക് വീഴ്ചകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹത്തായ കാരുണ്യം കൊണ്ട് ആ തെറ്റുകളൊക്കെ നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. ഇനിയുള്ള ജീവിതത്തിൽ അത്തരത്തിലുള്ള തെറ്റുകളിലേക്ക് തിരിച്ചു പോകാതെ, അങ്ങനെയുള്ള തെറ്റുകൾ ജീവിതത്തിൽ ഇനി ആവർത്തിക്കാതെ പടച്ചവന്റെ പ്രിയപ്പെട്ടവരായി ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെയും ഈമാനും തഖ്വയും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗികളായിട്ടുള്ള ഒരുപാട് സഹോദരി സഹോദരന്മാർ, പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടവരും അല്ലാത്തവരുമായിട്ടുള്ള ആളുകൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ രോഗങ്ങൾക്ക് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആരോഗ്യത്തോടുകൂടി അവർക്ക് അല്ലാഹു നിശ്ചയിച്ച ആയുസ് മുഴുവൻ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അവസരം നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അത്തരത്തിലുള്ള മാറാ രോഗങ്ങളിൽ നിന്ന്, പകർച്ചവ്യാധികളിൽ നിന്ന് അല്ലാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ സമൂഹത്തെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. താങ്ങാൻ കഴിയാത്ത കടുത്ത പരീക്ഷണങ്ങളിൽ നിന്ന്, ചൂടിൽ നിന്ന്, വരൾച്ചയിൽ നിന്ന്, കുടിവെള്ള ക്ഷാമത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും നമ്മുടെ നാടിനെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. കടബാധ്യതകൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്. വലിയ കടക്കണിയിൽ കുടുങ്ങി പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുള്ള ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സമാധാനം നൽകി, ഐശ്വര്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സമാധാനത്തോടെ കടന്നുറങ്ങാൻ ഒരാളുടെ മുമ്പിലും കൈനീട്ടേണ്ടി വരുന്ന അവസ്ഥയിൽ നിന്ന് പടച്ചറപ്പ് നമ്മെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഒരു രൂപ പോലും കടം ബാക്കി വെക്കാതെ അല്ലാഹുവിലേക്ക് യാത്ര പോകാൻ, മരണപ്പെടാൻ പടച്ചറപ്പ് നമുക്കൊക്കെയും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കുടുംബത്തിൽ നിന്ന്, അയൽവാസികളിൽ നിന്ന്, സുഹൃത്തുക്കളിൽ നിന്നൊക്കെ സന്തോഷവും സമാധാനവും മാത്രം നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. പരീക്ഷകൾ എഴുതുന്ന വിദ്യാർത്ഥികളുണ്ട്, പ്രത്യേകം പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടവരുണ്ട്. ഒരുപാട് പരീക്ഷകൾ നടന്നുകൊണ്ടിരിക്കാൻ ഈ ചൂടിലും റമദാനിലുമൊക്കെ നോമ്പ് നോറ്റുകൊണ്ട് പ്രയാസങ്ങളൊക്കെ ആ വകവെക്കാതെ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികൾ, അവർക്ക് അവരുടെ ലക്ഷ്യത്തിലേക്ക്, അവരുടെ ഹലാലായ എല്ലാ ലക്ഷ്യങ്ങളും പൂർത്തീകരിക്കാനുള്ള തൗഫീഖ് നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഉന്നതമായ വിജയം നൽകുകയും ആ വിജയം ഈ ലോകത്തും അതോടൊപ്പം നാളെ പരലോകത്തും പ്രയോജനപ്പെടുത്തുന്ന രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات طيب الثراب واجعل الجنة مأواهم. ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم فاغفر لنا يا غافر المذنبين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. الله
اللهم اجعل هذا الشهر الشريف العظيم شاهدا لنا لا شاهدا علينا، واجعله حجة لنا لا حجة علينا. اللهم اجعل هذا القرآن الكريم شاهدا لنا لا شاهدا علينا، واجعله حجة لنا لا حجة علينا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. صلى الله على سيدنا محمد والحمد لله رب العالمين.